ഞങ്ങളുടെ ഇന്നത്തെ പഠന വിഷയം മുഖോരമായിട്ടൊരു ക്ലിപ്പ് തീർന്നു. ഇന്നത്തെ പഠന വിഷയം ഞങ്ങൾ സ്തോത്രം കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 12 വരെയുള്ള വാക്യമാണ് ദൈവവചനം ധ്യാനിക്കാനായിട്ട് എടുത്തത്. അതിൽ സഭ എന്നൊരു ക്ലോസ് ഉണ്ട്. അതാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് ഗ്രഹിപ്പിക്കാനായിട്ട് നിങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ് ഒരു നിയോഗത്താലായിട്ട് എനിക്കത് എടുക്കാനിടയായിരുന്നു. വേറൊരു ഭാഗമാണ് ചിന്തിച്ച് വന്നെങ്കിലും ഈ ഭാഗം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ധ്യാനിക്കാനായിട്ട് കർത്താവ് ഒരു നിയോഗം തന്നതുപോലെ തോന്നി. അതുകൊണ്ടാണ് ഞാനത് ആ ഭാഗത്തിലേക്ക് വന്നത്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെ വാക്യം. അതിലെ 18-ാമത്തെ വാക്യമാണ്, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. അപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ ശരീരം, തല, ആ ശരീരത്തിൻ്റെ തല ക്രിസ്തു. ക്രിസ്തുവാണ് സഭയുടെ നായകൻ. നായകനായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് സഭ. ആ വിഷയം എൻ്റെ ഹൃദയത്തിൽ കയറിയത് കൊണ്ടാണ് ആദ്യത്തെ ആ ക്ലിപ്പിൽ ഞാൻ ആ വിഷയങ്ങൾ അങ്ങനെ പറഞ്ഞു പോയത്. ഇനി നമുക്ക് അതിൻ്റെ ആഴത്തിലേക്ക് വരുന്നുണ്ട്. അതിനു മുൻപായിട്ട് ആ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 14-ാമത്തെ വാക്യം വായിച്ചാട്ട്. കൊലോസ്യർ 1:14. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കണ ഈ വിഷയം. പാപമോചനം. പുതിയ നിയമസഭയിൽ പ്രസംഗിക്കേണ്ട വിഷയം പാപം വിട്ടകന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഇതായിരിക്കണം പ്രസംഗം. എല്ലാ പ്രസംഗത്തിലും അതുണ്ടായിരിക്കണം. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് വചനം ശക്തിയോടെ പറയുന്നു. അനുദിന ജീവിതത്തിൽ പാപം വിട്ടൊഴിഞ്ഞൊരു ജീവിതം നമുക്കുണ്ടാകണം. അപ്പൊ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താ ഭാഷ ആധികാരികമായി പറയാനുള്ള കാരണം നമുക്ക് പാപം മോചിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകം 32-ന്റെ 1-ാം വാക്യമാണെന്ന് തോന്നുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പാപം മറയ്ക്കപ്പെടുക ചെയ്തത്. എങ്ങനെ മറയ്ക്കപ്പെട്ടു? അത് ആടിൻ്റെ രക്തത്തിലൂടെ, കാളക്കിടാന്മാരുടെ രക്തത്തിലൂടെ, മൃഗബലിയിലൂടെയൊക്കെ ആ പാപത്തെ മറച്ച് പോവുക ചെയ്തത്. ഒരു പരിഹാരം കിട്ടിയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി അറുക്കപ്പെട്ടതോടുകൂടി, അല്ലെങ്കിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതോടുകൂടി പാപത്തിന് പരിഹാരം വന്നു എന്ന് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം അത് സാധൂകരിക്കുന്നു. ഞാനത് വായിക്കാം, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പം അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോടുള്ള അരുളപ്പാട് അപ്പോസ്തലനോടെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അവനെ താൻ സകലത്തിലും അവകാശമാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ തൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നതിനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം, ശ്രദ്ധിക്കണേ, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. എങ്ങനെ പരിഹാരമുണ്ടായി? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സർപ്പത്തിന്റെ തലയെ കർത്താവ് ചവിട്ടി മെതിച്ചു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. പാപത്തിന് പരിഹാരമായി. പാപത്തിന്റെ സൂത്രധാരകന്റെ തല തകർക്കപ്പെട്ടു. ആദിമ പിതാക്കന്മാരെ തെറ്റിച്ച് കളഞ്ഞ സാത്താന്റെ തന്ത്രത്തിന്മേല് കർത്താവ് വിജയം വരിച്ചു. ആ കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് വിജയമുണ്ട്. സാത്താന്റെ തന്ത്രങ്ങളിൽ നമുക്ക് വിജയമുണ്ട്. ചുമ്മാ ഒന്നും വിജയം കിട്ടത്തില്ല. ദൈവത്തിന്റെ സർവായുധ വർഗം വറുത്ത് അവനോട് എതിർത്ത് കേൾക്കുമ്പോൾ വിജയിച്ച് മുന്നേറാം. സത്യമരക്ക് കിട്ടി, നീതി എന്ന വചനം ധരിച്ച് സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ തീയമ്പുള്ളിയും കെടുപ്പാന്തകൾ വിശ്വാസം എന്ന പരിചയം രക്ഷ എന്ന ശിരസ്ത്രവും ദൈവം എന്ന ആത്മാവിന്റെ വാളും ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചും 1 പത്രോസ് 4:1 കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ച്. അപ്പൊ 8 ആയുധം. ഈ 8 ആയുധവർഗം ധരിച്ച് പിശാചിനോട് എതിർത്ത് നിന്നാൽ നമുക്ക് വിജയം കിട്ടും. ഇല്ലെങ്കിൽ തോറ്റ് തൊപ്പിയിട്ട് നരകത്തിൽ കൊണ്ടേ താഴ്ത്തു അവൻ. പണ്ട് എറണാകുളത്ത് പോഞ്ഞിക്കരയിൽ ഒരു വിദേശ വനിതയെ കൊന്ന് ചെള്ളയിൽ താഴ്ത്തി എന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്നതുപോലെ
ഞാൻ ഇച്ചിരി കട്ടിയായിട്ട് തന്നെ പറയുന്നത്, കട്ടിയായിട്ട് തന്നെ പോട്ടെ. കട്ടി കുറച്ച് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാർ കിടപ്പുണ്ടല്ലോ. സംഗതിയുടെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് അത് സഭയെടുക്കാൻ പോവുക. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കുക എന്ന് പറഞ്ഞ ആക്ഷരിക യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ തമ്മിൽ കൊന്നു മുടിക്കാൻ മാരകമായ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ച് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരു രാജ്യത്തെ അങ്ങനെ തന്നെ പിടിച്ചടക്കുക, നേതാക്കന്മാരെ പിടിച്ചെടുത്തോണ്ട് പോകുക, ഇനി പലരെയും പിടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുക. രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ യുദ്ധം, രാജ്യങ്ങളുടെ ഉള്ളിൽ അവർ തന്നെ യുദ്ധം ചെയ്യുന്നു. ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ആഭ്യന്തര കലഹം നടക്കുന്നു. അത് യുദ്ധങ്ങളായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുക. സ്വന്തം ജനത്തെ രാസായുധം പ്രയോഗിച്ചു കൊന്ന ആൾക്കാരല്ലേ നമ്മുടെ ഭൂമിയിലുള്ളത്? സ്വന്തം ജനതയെ ഇന്നും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വന്തം ജനത്തെ കൊന്നുപിടിക്കുന്നവരല്ലേ. അപ്പൊ മറ്റുള്ളവരെങ്ങനെ കൊല്ലാതിരിക്കുന്നത്? രക്തനാഹികളായ രാജ്യം ഭരിക്കുന്ന ഭരണാധിപന്മാർ, ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്നവർ, രക്തത്തിന് വേണ്ടി കൊതിക്കുന്നവർ, ഇതൊക്കെ എന്തിനെ കാണിക്കുന്നു? ഇത് അന്ത്യകാലമാണെന്ന് കാണിക്കുക. 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് പടയെന്ന് വായിച്ചേ. 2 തീമോഥെയോസ് 3-ന്റെ 1 മുതൽ നല്ല വ്യക്തമായിട്ട് പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഈ അന്ത്യകാല ലക്ഷണത്തിൽപ്പെട്ടവരുടെ ചിത്രം അവിടെ കിടപ്പുണ്ട്. നമ്മളിതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പോകുന്നത് വളരെ നല്ലതാ. ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. 2 തീമോഥെയോസ് 3-ന്റെ 1 മുതൽ വരുമെന്നറിയുക. സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാര്, അജിതേന്ദ്രന്മാര്, ഉഗ്രന്മാര്, സൽഗുണദോഷികള്, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അത് പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയുന്ന അങ്ങനെയുള്ള വിട്ടൊഴിയുക. മതി 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 5 വരെയുള്ള വാക്യം മതി. അന്ത്യകാലത്തുള്ള മനുഷ്യരുടെ ഒരു ചിത്രമാണ് ഈ 2 തീമോഥെയോസ് 3-ന്റെ 1 മുതൽ 5 വരെയുള്ള എല്ലാ കാറ്റഗറിപ്പെട്ടവരുണ്ട് ഇവിടെ. ഭരണ കസേരയിൽ ഇരിക്കുന്ന ഉഗ്രന്മാരെ, രാഷ്ട്രത്തലവന്മാരെ, ഹല്ലേലൂയ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത മക്കൾ, നന്ദികെട്ടവരെ, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് നന്ദി പറയാതെ നന്ദിയില്ലാത്ത ഒരു വർഗം. ഹല്ലേലൂയ. എനിക്കിതെങ്ങനെ പറയാതിരിക്കാൻ പറ്റും? എൻ്റെ ഹൃദയത്തിന്റെ നോവ് കൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. എനിക്കൊരാളൊരു ഉപകാരം ചെയ്താൽ മരണം വരെ ഞാൻ ആ ഉപകാരം ഓർത്ത് നന്ദിയോടെ സ്മരിക്കും. ദൈവമേ, ഞാൻ ഈ അവസ്ഥയിലായിരുന്നു, എന്നെ ഈ അവസ്ഥയിലാക്കിയത് പുള്ളിയാ. അത് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസനോടുള്ള ഒരു ബഹുമാനം എപ്പോഴും എനിക്കതാ. പൊട്ടത്തരം മാത്രം പറഞ്ഞുകൊണ്ട് നടന്ന എന്നെ, കള്ളപ്രവചനം പറഞ്ഞുകൊണ്ട് നടന്ന എന്നെ ദൈവദാസൻ ദൈവവചനം പഠിപ്പിച്ച് ഈ ഉപദേശം പഠിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് കർത്താവാണത് കൊടുത്തത്. അങ്ങനെ വെച്ച് എന്നെ ഈ ദൈവവചനം പഠിപ്പിച്ച് മറ്റുള്ള മുമ്പിൽ ദൈവവചനം പ്രസംഗിക്കത്തക്ക നിലയിൽ എന്നെ വളർത്തിയെടുത്തെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. അതിനിടയ്ക്കിടയ്ക്ക് ആ പദം പറഞ്ഞു പോകുന്നത്. അദ്ദേഹം ആരുമല്ല, ദൈവമാണ് അതിനാക്കി വെച്ചത്. പൗലോസ് പറയുന്ന പോലെ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. നടാനും നനയ്ക്കാനും ഒരാൾ വേണമല്ലോ. ഇവിടെ നടന്നവരും നനയ്ക്കുന്നവരും പലതും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നട്ട് നനച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി തീർക്കുന്നുണ്ടോ? പൗലോസ് എന്താ പറഞ്ഞു? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി നിൽബലത്തോടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിക്കൊത്തോളം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക, കർത്താവിന്റെ വേണ്ടി ഒരുക്കി നിർത്തുക, അതാണ് ശുശ്രൂഷ. അല്ലാതെ ഈ ചെപ്പടി വിദ്യ കാണിക്കുന്നവരെ വിട്ടൊഴിയുവാൻ ഞാൻ ആത്മാവിൽ നിങ്ങളോട് ശക്തിയോടെ വിളിച്ചു പറയുക. വചന വ്യവസ്ഥ വിട്ടു പോകുന്നവരെ വിട്ടൊഴിയുക. ഏത് മഹാന്മാരാണെങ്കിലും കൊള്ളാം, എത്ര ഡിഗ്രി ഉള്ളവരാണെങ്കിലും കൊള്ളാം, ഏത് പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും കൊള്ളാം, അവർ വിട്ടൊടിഞ്ഞോണം. ഇല്ലെങ്കിൽ നാശമാണ് നമുക്ക്. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമക്കേട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. ഞാൻ ചില സഹോദരങ്ങളോടൊക്കെ അകന്നു മാറി.
കാരണം അവർ ക്രമം കെട്ട് നടക്കുകയാണെന്ന് കണ്ടപ്പോൾ അകന്നങ്ങ് മാറി. അവർ പിന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി, പല ഘട്ടങ്ങളിലായിട്ട് വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, നോ 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 കോംപ്രമൈസ്. കാരണം അവർ അത്രത്തോളം അകന്നു പോയി എന്ന് മനസ്സിലായി. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ഇല്ലാത്ത ഏടാകൂടങ്ങളിലൊക്കെ ചെന്ന് കയറി നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇനി അവരുമായിട്ട് എനിക്ക് യാതൊരു കൂട്ടുകെട്ടുമില്ല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, സൂര്യൻ ഉദിച്ചു നിൽക്കുന്നിടത്തോളം നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം അതുപോലെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്ന് എനിക്ക് മനസ്സിലായി. സാക്ഷ്യം നഷ്ടപ്പെടുത്തി. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത് ഇത്ര ശക്തിയോടെ വിളിച്ചു പറയുന്നത്? ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രന്മാര്, ഉഗ്രന്മാര്, സൽഗുണദോഷികൾ, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികൾ, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിക്കൽ. ഇന്നത്തെ പെന്തക്കോ സമൂഹം മുഴുവൻ അങ്ങനെയായി. നല്ല വെള്ളയും ഇട്ടും ഈ ക്ലീൻ ഷേവൊക്കെ ചെയ്തിട്ട് കാണിക്കുന്ന കുരുത്തക്കേടുകൾക്ക് കയ്യും കണക്കുമില്ല. കാണിക്കുന്ന വചനവിരുദ്ധമായ കാര്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല. വിളിച്ചു പറയുന്ന പോഷത്തരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ലോക മനുഷ്യരെ പോലെ ഭരണം നടത്താൻ ആഗ്രഹിക്കുന്ന ജഡികന്മാരായി നമ്മൾ അധപ്പതിച്ചു പോയില്ലേ? എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൻ്റെ അന്റുപരാകരുത്. നിങ്ങൾ ലോകക്കാരായിരിക്കാതോളം ലോകത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. നാം വരുവാനുള്ള ലോകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. ഈ ലോകത്തിന്റെ ഭരണം അത് സാത്താന്റെ അടിമത്വത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ഭരണത്തിലൊന്നും നമ്മൾ ചെന്നുവിടാൻ പാടില്ല. സഹോദരന്മാരെ കാൻഡിഡേറ്റായിട്ട് നിർത്തി പഞ്ചായത്തും പിന്നെ കോർപ്പറേഷനും ഒക്കെ ഭരിക്കുമ്പോൾ പാസ്റ്റർമാർ ചിന്തിച്ചോണം, നിങ്ങൾ അവരെ കുരുതിക്ക് കൊടുക്കുകയാണ്. കുരുതിക്ക്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന 1000 ആണ്ട് വാഴ്ച, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യത, ആ പുതിയ യെരൂശലേം, അതല്ലേ നമ്മുടെ രാജ്യം. നമ്മൾ അങ്ങോട്ടല്ലേ പോകേണ്ടത്? അബ്രഹാം അങ്ങോട്ടല്ലേ പോയത്? ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടി സ്വന്തമല്ലാത്ത ദേശത്ത്. ആ വാക്യം അങ്ങനെ തന്നെ വായിക്കുന്നതായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നിപ്പോയി. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. എബ്രായർ 11:9. ഹല്ലേലൂയ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. ഇവിടെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഭരണ സംവിധാനങ്ങളുടെ ഇടയിൽ പോയി കിടന്ന് കുഴഞ്ഞു മറിഞ്ഞ് സാത്താന്റെ കയ്യിലെ ആയുധമായി തീരാതെ ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷത്തെ മഹോദരകാലം കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ സകല വിശുദ്ധന്മാരുമായിട്ട് ഈ ഭൂമിയിൽ തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ രാജാവായി കർത്താവ് യേശുക്രിസ്തു വാഴുമ്പോൾ ആ രാജാവിനോടൊപ്പമായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് പുതിയ നിയമസഭ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 1 മുതൽ വാക്യം എടുത്ത് വായിച്ച്. 1 കൊരിന്ത്യർ 6. ഇത് വായിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോവാ, കാര്യങ്ങൾ മനസ്സിലാക്കി പോകണമല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകുമല്ലോ. അതുകൊണ്ടാണ് ഈ പറയുന്നേ. ആ ആ ആ ആ അഭക്തന്റെ മുൻപാകെ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നു പോ. ആ കണ്ടോ, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. നമുക്കൊരു ഭരണം നിത്യതയിലുള്ളതാ. പുതിയ സ്വതന്ത്ര യേശുക്രിസ്തു ഈ മഹത്വ പ്രത്യക്ഷതയിൽ ഈ ഭൂമിയിൽ വന്ന് വാഴുമ്പോഴാണ് നമ്മുടെ ഭരണം. അല്ല ഇവിടെ പഞ്ചായത്ത് ഭരിക്കാനും ഇവിടെ ജില്ല ഭരിക്കാനും ഇവിടെ രാജ്യം ഭരിക്കാനും പോയാൽ നിന്റെ ഇടപാട് സാത്താൻ കീറിക്കളയും നിന്നെ. രാജ്യം ഭരണം പിടിക്കാൻ നടക്കുക. നമ്മൾ ഏറ്റവും വലിയ സംഘമായി നമ്മൾ പെന്തക്കോസ്തുകാർ ഭരിക്കും. നമ്മൾ തീരുമാനിക്കുന്ന ആര് ഭരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണ്ട. ഈ അളിഞ്ഞവന്മാരുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. ഈ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. ക്യാപ്റ്റൻ ഷമലിനെ കണ്ടു പഠിക്കേ. ഒരു രാഷ്ട്രീയ നേതാവ് വന്നപ്പോൾ ഒരു സ്ഥലത്ത് മാറ്റിക്കൊണ്ടു നിർത്തി വചനം പറഞ്ഞ് അദ്ദേഹം മാനസാന്തരപ്പെട്ടു, നിത്യതയിൽ പോയി. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വീണ ജോർജും ഇ.ഡി. സതീശനും ഒക്കെയാണ് പെന്തക്കോസ്തുകാരെ ഉപദേശം പറയാൻ നടക്കുന്നത് ഇപ്പോൾ. അപ്പൊ എത്രത്തോളം നമ്മൾ അധപ്പതിച്ചു പോയി. നമ്മൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഉണ്ടോ ലോകത്തിൽ നമ്മളെ തെരഞ്ഞെടുത്തെന്ന്.
ഇവരുടെ പുസ്തകത്തിൽ ഇന്ന് ഈ വാക്യം ഇല്ലെന്ന് തോന്നിപ്പോവുമല്ലോ. വാക്യോ കൊണ്ട് പാസ്റ്ററെ, ഞാൻ തന്നെ പറയാം, കണ്ണ് കുരുടായിപ്പോയി. പൗലൂസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അനന്യാസ് ഉപദേശി, കൂളിപ്പോകാത്ത ഉപദേശി തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറ്റി? ഈ വലിയ മനുഷ്യന്റെ കണ്ണ് തുറന്നു, ചെതുമ്പൽ പോലെ ചിലത് വീണുപോയി. ഇന്ന് പലരുടെയും കണ്ണിൽ ഈ ചെതുമ്പൽ ഇരിക്കുക. അതുകൊണ്ടാണ് ഇവിടുത്തെ ഭരണത്തിന് വേണ്ടി കിടന്ന് കൊതിക്കുന്നത്. ഇവിടെ കിടന്ന് ഡാൻസും നൃത്തവും ഓട്ടം തുള്ളലും പാസ്റ്റർമാർ നടത്തുന്നതിന്റെ കാരണം എന്താ? കണ്ണ് കുരുടായിരിക്കുക. ഒരു 2 ആഴ്ച മുമ്പോട്ടാണെന്ന് തോന്നുന്നു മെസ്സേജ് ഇട്ടായിരുന്നു. എന്താണ്? ആത്മീയ കുരുടന്മാരും ആത്മീയ ദരിദ്രന്മാരും ആത്മീയ നഗ്നന്മാരും. അതിന്റെ ഹെഡിങ് ഇതാണ്: നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് നിങ്ങൾ കേട്ടാകുമ്പോൾ മനസ്സിലാവും. ആത്മീക കുരുട് ബാധിച്ചിരിക്കുക, ആത്മീക തിമിരം ബാധിച്ചിരിക്കുക ലീഡർഷിപ്പിലുള്ളവർക്ക്. അതാണ് ഈ വിടുവായുത്തരങ്ങൾക്ക് വിളിച്ചു പറയുന്നത്, ഈ പോഷത്തരങ്ങൾക്ക് വിളിച്ചു പറയുന്നത്, ഈ വചനവിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളിൽ ഒരുത്തൻ മറ്റൊരുത്തനോട് കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പാകെ വ്യവഹരിപ്പാൻ തുനിയാൻ പോകുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ, സഭയിലുള്ള പ്രശ്നങ്ങളെ വിധിക്കുവാൻ മറ്റുള്ള ഗുണം പിടിക്കാത്തവന്മാരെ ഇരുത്തുന്നതായി ചോദിക്കുന്നേ. ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരം ഉണ്ടെങ്കിൽ സഭ വിധിപ്പാൻ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നത് എന്ത്? ഉണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാരുടെ മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? വഴക്കുണ്ടാക്കുന്നവനും പാര വയ്ക്കുന്നവനും എന്നുള്ളത് കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ആരും ഇല്ല. ദൈവാത്മാവുള്ള ഒരുത്തനും ഇല്ലിവിടെ. ജഡീകന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. വിശുദ്ധോപദേശം പ്രസംഗിച്ചാൽ അതിനെ തടയിടുക. നിർമ്മലമായ പഥ്യോപദേശം പ്രസംഗിച്ചാൽ അതിന് വിലക്ക് കൽപ്പിക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കേണ്ട ശക്തമായ സന്ദേശം പറയുന്നവനെ പുറത്താക്കുക. ഞാൻ എൻ്റെ പ്രസ്ഥാനത്ത് നിന്ന് ഓടിപ്പോകുന്ന ആളാണ്. എന്നെ അവർ പിടിച്ച് പാർട്ടാക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വന്ദനം എന്ന് പറഞ്ഞു. ആ മഹാമനസ്സിന് വന്ദനം എന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും പിടിച്ച് ആക്കിയോ? ഞാൻ പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിയ ഓട്ടം വീട്ടിൽ ചെന്നാ നിന്ന്. സ്വത്രം. ഇങ്ങനെ സഹോദരന്മാരുടെ മധ്യ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ഞാൻ നിങ്ങളുടെ ഇല്ലയോ? അല്ല, സഹോദരന് എതിരെ വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുൻപിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തതെന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തതെന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. കേട്ടോ, അവസാനത്തെ വാക്യം കേട്ടോ, 9ഉം 10ഉം കൂടി കേട്ടോ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പോൾ കോടതിയിൽ പോകുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. കേസ് പറയാൻ പോകുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. പെന്തക്കോസുകാരെ, കണ്ണു തുറന്ന് ഈ വചനങ്ങൾ കാണുകയും ചെവി തുറന്ന് ഈ വചനങ്ങൾ കേൾക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പൻ തുറന്നടപ്പുകാർ, വിഗ്രഹാരീതികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവക്കാർക്കും ദൈവരാജ്യം അവകാശമാക്കിയില്ല. പിടിച്ചുപറിക്കാർ, വല്ലവൻ്റെ കാശെല്ലാം അടിച്ചു മാറ്റിയിട്ട് പാർശ്വ നമുക്ക് ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ചതിയും വഞ്ചനയും വക്രതയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിച്ചിട്ട് നമുക്ക് ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞാൽ നിർത്താന്ന് പോലെ നിർത്തിക്കോ, ഞാൻ നിൽക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. ഞാൻ ജോലിയും കൂലിയും കളഞ്ഞു വന്നിട്ട് എനിക്ക് നരകത്തിൽ പോയി കിടക്കാൻ മനസ്സില്ല. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ കോടതി കയറിയാൽ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് പൗലോസ് പഠിപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പാപമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകൻ എന്നാ എഴുതി വെച്ചാൽ കൊലപാതകന് ദൈവരാജ്യം ഉണ്ടോ? എന്താ നമ്മൾ മനസ്സിലാക്കിയേ? അപ്പോസ്തലവേഷം മനസ്സിലാക്കിയ ഭക്തന്മാർ ഇന്ന് ഭൂമിയിൽ കുറവാ. അപ്പോസ്തലവേഷത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. 1 യോഹന്നാന്റെ ലേഖനം ആഴത്തിൽ പഠിക്കണം. സ്നേഹം എന്നുള്ള വിഷയമാണ് അവിടെ. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം പഠിക്കണം. സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും ഒരു പ്രയോജനമില്ലെന്നുള്ളത്. ഉള്ളതെല്ലാം അന്നദാനം ചെയ്താലും ഒരു പ്രയോജനവുമില്ല. 13-ാം അധ്യായം നന്നായിട്ട് വായിച്ച് പഠിച്ചോണേ.
ഒരു ഹൈന്ദവ മാർഗത്തിൽ രക്ഷിക്കപ്പെട്ടെന്നൊരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഈ 13-ാം അധ്യായം വായിച്ച് പഠിച്ച പെന്തക്കോസ്ത് പാസ്റ്റർമാരും വിശ്വാസികളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് തന്നെ പറഞ്ഞു. ഭൂമിയിൽ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഇല്ലെന്ന്. പ്രാസംഗികന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, റവറന്റുമാരുണ്ട്, വലിയ വലിയ സ്കോളേഴ്സ് ഉണ്ട്. പക്ഷെ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം വായിച്ച് പഠിച്ച് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പുതിയ നിയമ ഉപദേശം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് ഞാൻ വരുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേൾക്കുക. കൊലോസ് ലേഖനത്തിലെ ആ പ്രധാന വാക്യം എൻ്റെ ഹൃദയത്തെ തകർക്കുവാനിടയിൽ, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിലുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5ഉം 10ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. കെട്ടിയെടുത്തോണ്ട് സൗഖ്യത്തിന് വേണ്ടി കട്ടിലിൽ കൂടി ഇറക്കി വെച്ചവനെ കർത്താവ് പറഞ്ഞു നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ കെട്ടി ഇറക്കി കൊണ്ടുവന്നവർ പറയുമായിരിക്കും, മനസ്സിൽ കരുതിക്കാണോ? അവർ പറഞ്ഞില്ല. പറഞ്ഞെങ്കിൽ അവിടെ എഴുതി തന്നെ, കർത്താവെ പാപമോചനത്തിനല്ല കൊണ്ടുവന്നവനൊന്ന് എണീറ്റ് നടക്കണം, അതിനു വേണ്ടിയാ. മനുഷ്യൻ ആദ്യം പരിഹരിക്കപ്പെടേണ്ട വിഷയം പാപം. ആദാമും ഹവ്വയും നിമിത്തം മാനവജാതി മുഴുവൻ പാപികളായി തീർന്നു. അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും പ്രധാനമായി പരിഹരിക്കപ്പെടേണ്ട വിഷയം പാപം അവനിൽ നിന്ന് ഒഴിവാക്കുന്നുള്ളതാണ്. അതിനാ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. നമുക്ക് വീട് തരാനും കാറ് തരാനും വണ്ടി തരാനും കിണ്ടി തരാനും നമുക്ക് വിസ തരാനും നമുക്ക് എമിഗ്രേഷൻ തരാനും നമുക്ക് മക്കളെ വിദേശത്ത് പഠിപ്പിക്കാനുള്ള സ്പെസിലിറ്റി തരാനും ഒന്നുമല്ല കർത്താവ് വന്നേ. അതൊക്കെ കിട്ടുന്നെങ്കിൽ ചെയ്തോ, ആരോടെങ്കിലും ചോദിച്ചും പറഞ്ഞു കാര്യങ്ങൾ ചെയ്തോ. പക്ഷെ കർത്താവ് വന്നത് എന്തിനാ? ആദാമ്യ പാപത്തിൽ നമ്മളെ വീണ്ടെടുത്ത് നിത്യ സ്വർഗത്തിൽ നമ്മളെ എത്തിക്കാനാണ് കർത്താവ് വന്നത്. അതിന് തടസ്സമാണ് ഈ 4 പേര് കെട്ടിയെടുത്തുകൊണ്ട് വന്നവരെ. അതുകൊണ്ട് അവരോട് അതിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മർക്കോസ് 2-10 വാക്യത്തിൽ മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഹല്ലേലൂയ, സ്തോത്രം. പ്രവൃത്തി പുസ്തകത്തിലെ ചില വാക്യങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ട്. ഓരോന്നോരോന്നോട്ട് വായിച്ചോണേ. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രവൃത്തി 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. പത്രോസിന്റെ 1-ാം പ്രസംഗത്തിലെ ഏറ്റവും സുപ്രധാന വിഷയം പാപമോചനം. 1-ാമത്തെ പ്രസംഗമാണ് പ്രവൃത്തി 2-ൽ പത്രോസ് ചെയ്തിരിക്കുന്നത്. അതിൽ പാപമോചനത്തെ കുറിച്ചാണ് പ്രസംഗിച്ചത്. പ്രവൃത്തി 3:19 വായിച്ചേ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അടുത്ത പ്രസംഗത്തിലും പ്രധാന വിഷയം പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാരങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിച്ച ക്രിസ്തുയേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അടുത്ത 5:31 പ്രവൃത്തി 5:31 എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. പാസ്റ്റർമാരുടെ പ്രസംഗ വിഷയം പാപമോചനം. ഇന്നത്തെ പാസ്റ്റർമാരുടെ പ്രസംഗ വിഷയം ഭൗതിക അനുഗ്രഹം. എവിടെ കിടക്കുന്നു നമ്മള്? അപ്പൊ സഭയാണോ നമ്മുടേത്? അവരാദ്യത്തെ സഭയെ, ആ സഭയിലത്തെ പ്രസംഗമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോസ്തലന്മാരാണ് പുതിയ നിയമസഭ സ്ഥാപിച്ചത്. കർത്താവാണ് സ്ഥാപിച്ചെങ്കിലും അവരെയാണ് അതിൻ്റെ പ്രധാന ആൾക്കാർ. ദൈവസഭയുടെ തൂണുകൾ കേഫ, യോഹന്നാൻ, യാക്കോബ്, പത്രോസ്. തൂണുകൾ ഗലാത്യ ലേഖനത്തിൽ പറയണം, അവരാണ് സഭയുടെ തൂണുകൾ. പത്തടിപ്പാലത്ത്, എറണാകുളം പത്തടിപ്പാലത്ത് മെട്രോയുടെ ഒരു തൂണ് ചരിഞ്ഞു. തൂണ് ചരിഞ്ഞപ്പോൾ എന്ത് പറ്റി? ട്രെയിൻ ഇങ്ങനെ ട്രാൻസ്പോർട്ട് വണ്ടി ലോഡ് കയറുമ്പോൾ ഇങ്ങനെ പോണ പോലെ ചരിഞ്ഞു പോകാൻ തുടങ്ങി. അപകടമാണെന്ന് മനസ്സിലാക്കി സർവീസ് നിർത്തിവെച്ചു. ഒരു ലൈനിലൂടെ ട്രെയിൻ വിട്ടു. ഇത് പണിയാൻ തുടങ്ങി. വേറെ തൂണ് ബലപ്പെടുത്തി ഒരിക്കലും മാസങ്ങളെടുത്തെന്ന് തോന്നുന്നു. വേറെ നന്നായിട്ട് തൂണ് പണിതിട്ടാണ് എന്ത് ചെയ്തത്? ട്രെയിൻ ഓടിക്കാനിടയായി തീർന്നു. മെട്രോ ട്രെയിൻ. ഞങ്ങളുടെ പട്ടണത്തിൽ കിടക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനില്ലേ മെട്രോ. ഞങ്ങൾക്ക് ഇവിടെ 2 മിനിറ്റേ ഉള്ളൂ മെട്രോയിലേക്ക് കയറാൻ. 3 മിനിറ്റ്. സ്തോത്രം. ഇവിടെ നമ്മുടെ ദൈവസഭയുടെ തൂണ് ചറിഞ്ഞ് ഒടിഞ്ഞ് പറഞ്ഞു കിടന്നിട്ട് വർഷങ്ങളായി. ആർക്കും ഒരു ചിന്തയുമില്ല, ഒരു കുഴപ്പമില്ല. ഇവിടെ കൺവെൻഷൻ, ഇവിടെ പ്രസംഗം, പിന്നെന്താണ് ഉപവാസ പ്രാർത്ഥന, കോട്ടേജ് മീറ്റിംഗ്, പരസ്യയോഗം എന്ന് വേണ്ട ഇല്ലാത്ത മീറ്റിങ്ങുകളൊന്നുമില്ല. ഇഷ്ടംപോലെ മീറ്റിങ്ങുകളുണ്ട്, ഇഷ്ടംപോലെ ശുശ്രൂഷ വൃന്ദങ്ങളുണ്ട്,
ഇഷ്ടംപോലെ കൂടിവരകൾ കൊണ്ട് കണ്ടെയ്നർ കണക്കിന് ശുശ്രൂഷകന്മാരും കിടപ്പുണ്ട്. സഭയുടെ തൂണെല്ലാം ഒടിഞ്ഞ് പറഞ്ഞു കിടന്നിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. തൂണില്ല സഭയ്ക്ക്. സഭയുടെ തൂണുകളായ അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശത്തിൽ വേണം സഭ നിൽക്കാൻ. പത്രോസും യോഹന്നാനും യാക്കോബയാണ് തൂണുകളായി പറഞ്ഞിരിക്കുന്നത്. അതിൽ പൗലൂസും ഉണ്ട്, എല്ലാവരും ഉണ്ട്, അപ്പോസ്തലന്മാർ എല്ലാവരും ഉണ്ട്. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, 5 അപ്പോസ്തലന്മാരില്ലേ? അവർ പറയുന്ന ഉപദേശത്തിലാണ് സഭ നിൽക്കേണ്ടത്. ആ ഉപദേശത്തിൽ നിൽക്കാതെ സഭ പോയാൽ തൂണ് ചരിഞ്ഞ് പറഞ്ഞു പോയ മെട്രോ തൂണിന് തുല്യമാണ്. എപ്പോൾ വേണമെങ്കിലും നിവദിക്കാം. അപ്പൊ പറയും, പാസ്റ്റർ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. കഞ്ഞൂടി നടക്കുന്നുണ്ട്, കാറ് മേടിക്കുന്നു, വീട് മേടിക്കുന്നു, കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നു, ലോകത്തില്ലാത്ത കാശ് മുഴുവൻ വാരി കോരി കൂട്ടുന്നു, ഒരു കുഴപ്പമില്ല. പാസ്റ്റർമാരെല്ലാം കോടീശ്വരന്മാരാ. ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെല്ലാം കോടീശ്വരന്മാരാ. തികഞ്ഞ മദ്യപാനികൾ അവരിൽ പലരും. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് പേരും നാളും പ്രസ്ഥാനവും ഒന്നും ഞാൻ പറയുന്നില്ല. സ്വത്രം. അവർ ഈ ജനത്തെ അങ്ങോട്ട് കൊണ്ടുപോവുക. പ്രബുദ്ധരായ എൻ്റെ കേൾവിക്കാരെ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഓടി രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കടപറച്ചുകളെ അവര്. ഹല്ലേലൂയ. പാപമോചനമാണ് ഏറ്റവും പ്രധാനം. സഭയുടെ പ്രസംഗം പാപത്തിനെതിരെ ആയിരിക്കണം. നിലവിലെ ഒരു ഭക്തനോട് പറഞ്ഞു, നീ പോയി നിലവിൽ പ്രസംഗിക്കാൻ പറഞ്ഞു. എന്ത് പ്രസംഗിക്കാൻ പറഞ്ഞു? ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കാൻ പോവാന്നോ? നിന്റെയൊക്കെ ചീട്ട് കീറാൻ പോവാന്ന് പറഞ്ഞു നിലവിലോട്. മാനസാന്തരപ്പെട്ട് മടങ്ങുമെന്നോ, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു. അതാ പ്രസംഗം. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ എന്തൊക്കെയാ പ്രവാചകന്മാർ പറയുന്നത്? മടങ്ങി വാ ഇസ്രായേലേ, മടങ്ങി വാ ഇസ്രായേലേ, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയും. മനസ്സിലായോ സഹോദരങ്ങളെ? കാര്യങ്ങൾ മനസ്സിലാകാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ. ഹല്ലേലൂയ. പാപം വിട്ടൊഴിഞ്ഞൊരു ജീവിതമാണ് സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. 10-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം, പ്രവൃത്തി 10:43 അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചേ. 10:43 എന്താ എഴുതിയിരിക്കുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരിൽ വിശ്വസിക്കുന്നവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്നും സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പാപമോചനം ലഭിക്കുമെന്നുള്ള പത്രോസിന്റെ ശക്തമായ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെ തന്നെ സമർപ്പിച്ചു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇന്ന് ഏത് ആത്മാവാണാവോ ഓരോരുത്തരുടെ മേൽ വരുന്നത്? ഇന്നത്തെ ഓരോ മീറ്റിങ്ങുകളിലും വിടന്ന് വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണാവോ? ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു വലിയ മെഗാ മീറ്റിംഗ് നടന്ന് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. സാത്താൻ നൃത്തം ചെയ്യുന്നത് അന്നാണ് ഞാൻ കണ്ടത്. ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു പ്രായമുള്ള ഒരു അച്ചായനുണ്ടായിരുന്നു. ഞാൻ ആ മീറ്റിങ്ങിന്റെ 7 അയലോകത്ത് കയറിയ മാറി നിൽക്കുകയായിരുന്നു. എന്ത് കോനാമ്പിച്ച് അവർ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാൻ. അവിടെ ഞങ്ങളുടെ പ്രായമുള്ള ഒരു അച്ചായൻ അവിടെ കിടന്ന് നൃത്തം ചെയ്യായിരുന്നു അശുദ്ധാത്മാവിൽ. സ്തോത്രം. വചന വ്യവസ്ഥ വിട്ടുള്ളിടത്ത് ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവുകയില്ല. തിരുവചനത്തെ കോട്ടിക്കളയുന്നിടത്ത്, കൂട്ടുചേർക്കുന്നിടത്ത്, മറിച്ച് കളയുന്നിടത്ത് ദൈവാത്മാവിന്റെ വ്യാപാരം ഉണ്ടാവുകയില്ല. അങ്ങനെ പറഞ്ഞ തെറ്റാ. ആത്മവ്യാപാരം ഉണ്ടാകും. അത് ദൈവാത്മാവിൻ്റെതല്ല, അന്യാത്മാവിൻ്റെതായിരിക്കും. അഹരോന്റെ പുത്രന്മാർക്ക് സംഭവിച്ചത് അവിടെ സംഭവിക്കും. ലേവ്യർ 10:12 വാക്യം വായിക്കുമ്പോൾ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അവർ പ്രവൃത്തി ചെയ്തു. എന്തു പറ്റി? അഹരോന്റെ മക്കൾ രണ്ടും തീ വിഴുങ്ങിക്കളഞ്ഞു അവരെ. ലേവ്യർ 16 എപ്പോഴും ഞാനിത് പറയുന്ന ഭാഗങ്ങളാണ്. എപ്പോഴും കേട്ട് പഠിച്ചോണം ഇതൊക്കെ. ഇത് കേട്ടിട്ട് നമുക്ക് ഉള്ളിൽ ഭയം തട്ടണം. ദൈവ ഭയം തട്ടണം. ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. നമുക്ക് ഭയം ഉണ്ടാകണം. ദൈവപ്രമാണം അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുന്നുള്ള ഭയം നമുക്കുണ്ടാകണം. ദൈവത്തെ ഭയപ്പെടണം. ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയി. ഭാര്യയോട് പറയാതെ. ഭാര്യയോട് പറഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. ഇന്നും അങ്ങനെയൊക്കെ തന്നെ. പെണ്ണുമ്പിള്ളമാരോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല.
നടക്കില്ലത്. അതുകൊണ്ട് തന്നെ അബ്രഹാം പരിജ്ഞാനത്തോടെ ചെയ്തത്. അവിടെ കൊണ്ട് യാഗം നടത്തി, കൊണ്ടുവന്ന് കിടത്തി, യാഗപീഠം പണിതു, വിറകടുക്കി, തീ എല്ലാം എടുത്തു, എല്ലാം റെഡിയാക്കി, കത്തി എടുത്ത് വീശാൻ നേരത്ത് അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അത് കഴിഞ്ഞിട്ട് ദൈവം പറയുന്ന ഒരു ഭാഗം എന്താണെന്നൊന്ന് പറയാമോ ആർക്കെങ്കിലും? നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. അതേ ദൈവമക്കളെ, ദൈവഭയമില്ലാത്ത പെന്തക്കോസ് സമൂഹം നമ്മുടെ കേരളക്കരയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും കുടുംബങ്ങൾക്കും ദൈവ ഭയമില്ല. അവർ അനുഭവിക്കുന്ന നന്മകൾക്ക് നന്ദിയില്ല. നന്ദി കെട്ടൊരു വർഗമായി അവർ മാറി, ദൈവ ഭയമില്ലാത്തവരായി മാറി. ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും? നാശമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുക. കം ബാക്ക് ദ അപ്പോസ്റ്റൽ ഡോക്ട്രിൻ. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്കും പഥ്യവചനത്തിലേക്കും പഥ്യോപദേശത്തിലേക്കും സഭകൾ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. 26-18 വാക്യം. പ്രവൃത്തി 26-18. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 26-18. ഹല്ലേലൂയ, ഹല്ലേലൂയ. 26-18 എന്താ എഴുതിയിരിക്കുന്നത്? വായിക്കാം. പ്രവൃത്തി 26-18. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അവർക്ക് പാപമോചനം ലഭിപ്പാൻ. മനസ്സിലായില്ലേ? ആർക്ക്? ഇസ്രായേൽ മക്കൾക്കും ജാതികൾക്കും. പൗലോസിന്റെ ശുശ്രൂഷ 2 മേഖലയിലുണ്ടല്ലോ. അവർക്ക് പാപമോചനം കിട്ടണം. നമ്മൾ പോയി പ്രസംഗിക്കേണ്ടത് ചക്ക തരും, മാങ്ങ തരും, തേങ്ങ തരും, വണ്ടി തരും, കിണ്ടി തരും ഒന്നും അല്ല പ്രസംഗിക്കേണ്ടത്. ഇന്ന് പ്രസംഗം മുഴുവൻ അതാ. നിന്റെ കടം മാറ്റുന്നു, നിന്റെ കഷ്ടത മാറ്റുന്നു, നിന്റെ കണ്ണീര് തുടയ്ക്കുന്നു. നിന്റെ പഴയ വാഹനമോ പുതിയ വാഹനം, സൈക്കിളുമായിട്ട് പോകാം, ബൈക്കുമായിട്ട് പോകാം, BMW ആയിട്ട് പോകാം. അതാ പ്രസംഗം. ഇത് കേട്ട് പാവം പിടിച്ച് പ്രാർത്ഥിക്കാത്ത, വചനം ധ്യാനിക്കാത്ത വിശ്വാസികൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പൗലോസിനോട് പറയുന്നു, നീ എന്ത് ചെയ്യണം? അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശവും ലഭിക്കണം. ഹല്ലേലൂയ.